വെൽക്കം ടു അവർ ന്യൂ വ്ളോഗ്. ഇന്നത്തെ വ്ളോഗിൽ ഞങ്ങളുടെ മോർണിംഗ് റൂട്ടീനാണ് കാണിക്കുന്നത്. തക്കുട്ടനും ലച്ചമ്മയും അങ്ങനെ രാവിലെ സ്കൂളിൽ പോകാനുള്ള പ്രിപ്പറേഷനിലാണ്. അവരുടെ ബുക്ക് ബാഗൊക്കെ എടുത്ത്, ഇവിടുത്തെ ബുക്ക് ബാഗ് എന്നൊക്കെ പറഞ്ഞാൽ ഒരു സ്മോൾ ബാഗ് അത്രയേ ഉള്ളൂ. അതിനകത്ത് ഒരു ബുക്ക് കണ്ടാലായി. ചില ദിവസങ്ങളിൽ ബുക്കേ ഇല്ല. പിന്നെ ആണെങ്കിൽ വാട്ടർ ബോട്ടിലൊക്കെ എടുത്ത് അങ്ങനെ പോവാണ്. ലൈബ്രറി ബുക്കൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എടുത്ത് ആകെ 2 ബുക്കേ ഉള്ളൂ അതിൻ്റെ അകത്ത്. അതെല്ലാം എടുത്ത് പോകാൻ റെഡി ആവുകയാണ് കേട്ടോ. പ്രാർത്ഥിച്ചായിരുന്നോ നിങ്ങള്? മാറിക്ക് അമ്മ ഷൂ ഇടട്ടെ. Have a good day. Wait, are we going to vlog? Bye bye. Bye bye. Are you going alone? Yeah. അങ്ങനെ ഞങ്ങൾ സ്കൂളിൽ പോകുകയാണ് ഗൈസ്. ആര്? അപ്പയും അമ്മയും തക്കുട്ടനും ലച്ചു. Emma's going to school. Papa's going to school. And we're going to school. It's been a long time we did a video. So, sorry about that. ഓ, തക്കുട്ടൻ പറയുന്ന കേട്ടോ. It's been so long. അയ്യാ, ചേച്ചാ ഹായ് പറയോ? Hi everyone. അനൂപിന് നൈറ്റ് ആയിരുന്നു കേട്ടോ. നൈറ്റ് കഴിഞ്ഞ് വന്നതാണ്. അപ്പൊ ഞങ്ങൾ അങ്ങനെ സ്കൂളിൽ കൊണ്ട് വിടുവാണ് ഈ സ്ക്വയറൽസിനെ. Mama, Papa's not even in there. ഉണ്ടല്ലോ അതുകൊണ്ട്. There, now he is. അപ്പൊ തക്കുട്ടനില്ല. ലച്ചമ്മ സ്ക്വയറലിനെ സ്കൂളിൽ കൊണ്ട് വിടുവാണ്. Look at her hair. She has a little bun to eat. ലച്ചമ്മക്ക് അങ്ങനത്തെ ഹെയർ സ്റ്റൈല് വേണ്ടായിരുന്നു. ലച്ചമ്മ അമ്മയോട് പറഞ്ഞു, അമ്മ മോളിൽ എന്തു ചെയ്തു ഞാൻ പറഞ്ഞേ. When Yummy gets no long hair next time, we should make a squirrel. ഇന്ന് പുറത്തൊരു മഴയുടെ ഒരു ഇതാണ്. ഞാൻ കാണിച്ചു തരാം പുറത്തെ ക്ലൈമറ്റ്. അന്തരീക്ഷം ഇങ്ങനെ ചെറിയ ചെറിയ മഴത്തൂളലൊക്കെ ആയിട്ട്, മഴത്തൂളൽ അങ്ങനെ ഇല്ല, ടൈനി ലിറ്റിൽ ബിറ്റ് അങ്ങനെ ആയിട്ടൊരു ക്ലൈമറ്റ് മൂടി നിൽക്കുവാണ്. എപ്പോൾ വേണമെങ്കിലും മഴ പെയ്യാം. പിള്ളേരൊക്കെ സ്കൂളിലോട്ട് പോകുന്ന കാണാം നമുക്ക് വഴി കൂടെ. ഇവിടുന്ന് ഒരു കുറച്ച് ദൂരമേ ഉള്ളൂ സത്യം പറഞ്ഞാൽ. ഞങ്ങൾക്ക് കടയിലും കൂടെ പോകണം. അതുകൊണ്ടായിരുന്നു വണ്ടിക്കൊക്കെ പോവാന്ന് വിചാരിച്ചേ. പിന്നെ എന്താ ചേച്ച പറയാനുള്ളേ? ലച്ചോ, ലച്ചമ്മ റെഡിയാണോ സ്കൂളിൽ പോവാനാ? ലച്ചമ്മക്ക് ഇഷ്ടമാണോ സ്കൂളിൽ പോകുന്ന? I hate Fridays. ലച്ചു, do you like going school? എന്നൊക്കെയാ പറയുന്നത്. വെരി സ്ട്രോങ് ശക്തിയൊന്നും ഇല്ല. അതിന്റെ Because we're doing PE on Friday and it's fitness. അതിന് താക്കൂട്ടന് പി ഇഷ്ടമാണെന്നാണല്ലോ പറഞ്ഞേ. Yeah, only on Wednesday. But on Friday now we're doing fitness. Last Friday we've been on PE for an hour. എന്നിട്ട് ഫിറ്റ്നസ് എങ്ങനെ ഉണ്ടായിരുന്നു? Like kangaroo jumps. കങ്കറു ജംപ്സ്, Glue bridges. ആണോ? ഞങ്ങൾ അങ്ങനെ ഇവിടെ സ്കൂളിന്റെ ഇവിടെ എത്തി. വണ്ടി പാർക്ക് ചെയ്യുവാണ്. അപ്പൊ നമുക്ക് സ്കൂളിൽ പോയാലോ? Yeah. ആര് കൊണ്ടുവിടണം തക്കുട്ടിനെ ലച്ചമ്മനെ? Mama, you and Papa. അമ്മയും അപ്പയും കൊണ്ടുവിടണം എന്നാ പറയുന്നത് കേട്ടോ. സമയം എത്ര ചോദിച്ചാ? 8:39 ആയതേ ഉള്ളൂ. 8:40 ആകുമ്പോൾ ഇവിടെ ഞങ്ങൾ ഇറങ്ങിയാൽ മതി. 8:45 തുറക്കുന്നതെന്ന് തോന്നുന്നു ഓപ്പണിംഗ് ടൈം. ലച്ചമ്മ നോക്കുന്ന നോക്കിയേ. എന്നെ ലച്ച നോക്കുന്ന. ഓക്കെ, ഞങ്ങൾ അങ്ങനെ പിള്ളേരെ കൊണ്ടുവിട്ടിട്ട് ഇവിടെ അടുത്തൊരു കടയുണ്ട്, സ്പാർ. അപ്പോൾ സ്പാറിലൊന്ന് പോകാമെന്ന് വിചാരിച്ചു. പിള്ളേരൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് കേട്ടോ. ഞങ്ങൾ അവരെ വിട്ടിട്ട്
പോവാണ്. ഓക്കെ ഗായ്സ്, അങ്ങനെ ഞങ്ങൾ പിള്ളേരെ കൊണ്ടുവിട്ടിട്ട് അസ്റ്റയിലോട്ട് ഷോപ്പിങ്ങിന് പോവാണ്. അസ്റ്റയിൽ ഷോപ്പിങ്ങിന് പോകുന്ന കാര്യം എനിക്കറിയത്തില്ലായിരുന്നു കേട്ടോ. പിന്നെ എന്താ ഇപ്പൊ പറയാനുള്ള, ഞങ്ങൾക്ക് ഇപ്പൊ 147 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടോ ഗൈസ്. കൂടി കുറച്ച്, ഇനി ഒത്തിരി ഒത്തിരി കൂടട്ടെ. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണോ? സുഖമായിട്ടിരിക്കുന്നു എല്ലാവരും? ഇവിടെ ഭയങ്കര തണുപ്പാണ്, ഭയങ്കര തണുപ്പും ഇടയ്ക്ക് മഴയും. ചിലപ്പോൾ 1 ഡിഗ്രി ഒക്കെ തന്നെയാണ് മോസ്റ്റ്ലി. പിന്നെ 3 മണിയാകുമ്പോഴത്തേക്ക് നേരെ ഇരുട്ടും. ഇതൊക്കെ തന്നെയാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. ഇപ്പം നമുക്കതുകൊണ്ട് പുറത്തോട്ടൊന്നും ഇറങ്ങാനേ തോന്നത്തില്ല. എപ്പോഴും വീടിൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കാനാണ് തോന്നുന്നത്. പിന്നെന്താ വെച്ചാൽ പറയാനുള്ള, മരങ്ങളൊക്കെ കണ്ടോ? ഇലകളൊന്നും ഇല്ലാതെ ഇലകളെല്ലാം പോയി നിൽക്കുവാണ്. സാധനം മേടിച്ചു കേട്ടോ. ഇതെന്താന്ന് ചോദിച്ചാൽ സ്വീറ്റ് ചിപ്പോട്ടിൽ ചില്ലി. സീ ഹൗ ഇസ് ഇറ്റ്. അയ്യോ, ഇതെനിക്ക് ഇഷ്ടപ്പെടുവോ? നോക്ക് ഗൈസ്, നല്ല ടേസ്റ്റ്. ഞാൻ അരൂമിന് കൊടുക്കട്ടെ. ശരിക്കും സ്വീറ്റ് ചില്ലിയാണ് കേട്ടോ, നല്ലതാണ്. എങ്ങനെയുണ്ട് ചേച്ചാ? പുച്ഛമാണ് ഗൈസ്, പുച്ഛം. എന്നാലും ആ സ്വീറ്റ് ചില്ലിയുടെ ഒരു ഫ്ലേവർ ഇല്ലേ ചേച്ചാ? വാട്ട് ഡു തിങ്ക്?
ഞങ്ങൾ അങ്ങനെ വീട്ടിലെത്തി, ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ അത് കഴിഞ്ഞ് അസ്റ്റേ പോയി കഴിഞ്ഞ് ഞങ്ങൾ സ്പാറിൽ പോയായിരുന്നു. സ്പാറിലും പോയി അവിടെ കുറച്ച് പോസ്റ്റ് ഓഫീസിൽ പോകണമായിരുന്നു. അത് കഴിഞ്ഞ് തിരിച്ച് ഞങ്ങൾ വീട്ടിലെത്തി. ഇനി എന്താ വെച്ചാൽ പരിപാടി? ഒന്നുമില്ല പരിപാടി. വീട്ടിലോട്ട് കയറി പോവാ, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക, വീട്ടിലോട്ട് സാധനങ്ങളും കൊണ്ട് മൂന്നാമത്തെ നില കയറണം ഗെയ്സ്. അതൊരു വല്ലാത്ത പണിയാണ്. ഞങ്ങൾ മേടിച്ച ഈ സാധനം ഏകദേശം തീരാറായി. നല്ലായിരുന്നു വെച്ചാ. എനിക്ക് അങ്ങനെ ഇഷ്ടപ്പെട്ടൊന്നുമില്ല. യോ ചുമ്മാ പറയൂ, വരച്ചു വരുത്തിരുന്നുണ്ടായിരുന്നു കേട്ടോ. സ്വീറ്റ് ചില്ലിയുടെ ഫ്ലേവർ ശരിക്കും ഉണ്ടായിരുന്നില്ലേ ചാ? പിന്നെ ശരിക്കും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഇതായിരുന്നു ഞങ്ങളുടെ ഇന്നത്തെ നമ്മുടെ നാട്ടിലത്തെ പപ്പടത്തിന്റെയും പോപ്കോണിന്റെ ഒക്കെ ഒരു ടേസ്റ്റ് ആയിരുന്നു. അതിന്റെ കൂടെ സ്വീറ്റ് ചില്ലിയുടെ ടേസ്റ്റും ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ ഇതായിരുന്നു ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒത്തിരി പേര് സബ്സ്ക്രൈബ് ചെയ്യട്ടെ, ഒത്തിരി പേര് ഷെയർ ചെയ്യട്ടെ, ഒത്തിരി പേര് ലൈക്ക് ചെയ്യട്ടെ. ബൈ പറയൂ ചേച്ചാ. ബൈ എവരിവൺ. ബൈ ബൈ. അങ്ങനെ ഞങ്ങളുടെ ബുൾസൈ റെഡിയായി. അപ്പോൾ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇന്നത്തെ റെഡിയായി. എല്ലാവരും വന്നോളും, നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാലോ. അങ്ങനെ അതായിരുന്നു ഞങ്ങളുടെ ഒരു മോർണിംഗ് ആക്ടിവിറ്റി ഇന്നത്തെ. അതൊരു വ്ളോഗ് എടുക്കാമെന്നങ്ങനെ വിചാരിച്ചു. കുറേ ദിവസമായി വ്ളോഗ് ചെയ്തിട്ടും. പിന്നെ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞ് അനൂപ് കിടക്കാൻ പോയി. നൈറ്റ് ആയതുകൊണ്ട് ഞാനിങ്ങനെ ഇവിടെ ഇരിക്കുവാണ്. ഇവിടെ ഇപ്പോൾ സമയം 1 മണി കഴിഞ്ഞു. പിന്നെന്താ പറയാനുള്ളത്, ഇനി 3 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും പിള്ളേരെ വിളിക്കാൻ പോകണം. അങ്ങനെ കഴിഞ്ഞു, ഇന്നത്തെ ദിവസം കഴിയാറായി. 3 മണിയാകുമ്പോഴത്തേക്കും ഇവിടുത്തെ സൂര്യൻ ഉറക്കം വരും ഗൈസ്. സൂര്യൻ പെട്ടെന്ന് താഴും ഇവിടെ, അപ്പോൾ ഇരുട്ടാകും. അപ്പോൾ നമ്മളും അതുകൊണ്ട് ഇങ്ങനെ ചടഞ്ഞു കുത്തി ഇവിടെ ഇങ്ങനെ ഇരിക്കുവാണ്. അപ്പോൾ അങ്ങനെ അത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.